നമസ്കാരം. 16/4/2024 കഴിഞ്ഞ കേരള PSCയുടെ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ കോഡ് 039/2024. ഇതാണ് ക്വസ്റ്റ്യൻ കോഡ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല. യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല ഏതാണ് ഉത്തരം? വിശ്വഭാരതി സർവകലാശാല. വിശ്വഭാരതി സർവകലാശാലയാണ് ഉത്തരം. വിശ്വഭാരതി സർവകലാശാല നിർമ്മിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. രവീന്ദ്രനാഥ് ടാഗോറാണ് വിശ്വഭാരതി സർവകലാശാല നിർമ്മിച്ചത്. എവിടെയാണ് വിശ്വഭാരതി സർവകലാശാല? പശ്ചിമ ബംഗാളിലെ ശാന്തിനികേതൻ. പശ്ചിമ ബംഗാളിലെ ശാന്തിനികേതനിലാണ് 1921 ടാഗോർ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല വിശ്വഭാരതി സർവകലാശാല. രണ്ടാമത്തെ ചോദ്യം നോക്കാം. JC ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? JC ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? ഏതാണ് ഉത്തരം? TE വാസുദേവൻ. TE വാസുദേവനാണ് ഉത്തരം. JC ഡാനിയൽ പുരസ്കാരം എന്നാണ് തുടങ്ങിയത്? JC ഡാനിയൽ പുരസ്കാരം 1992 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് തുടങ്ങിയത്. JC ഡാനിയൽ പുരസ്കാരം എന്താണ്? കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡാണ് 1992. അതിൻ്റെ സമ്മാനത്തുക 5 ലക്ഷമാണ്. 5 ലക്ഷം. 2016 വരെ 1 ലക്ഷമായിരുന്നു. 2016 വരെ 1 ലക്ഷം. 2016 ശേഷം 5 ലക്ഷമാണ് ഈ ഒരു അവാർഡിന് നൽകുന്നത്. ടോട്ടൽ 30 പേർക്ക് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 30ാമത്തെ ആൾ, ഫസ്റ്റിലെ ആൾ TE വാസുദേവൻ. ആദ്യമായി ലഭിച്ചത് TE വാസുദേവൻ എന്നാണ് 1992. 2022 അതായത് അവസാനമായി ഈ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത് ആർക്കാണ്? 30ാമത്തെ അവാർഡ് കിട്ടിയത് 2022 TV ചന്ദ്രൻ. TV ചന്ദ്രനാണ് കിട്ടിയത്. TV ചന്ദ്രനാണ് 2022 കിട്ടിയത്. TV ചന്ദ്രൻ 2022 എത്രാമത്തേതാണ്? 30th അവാർഡ് TV ചന്ദ്രൻ. ആദ്യത്തെ അവാർഡ് TE വാസുദേവൻ 1992. 2021 കിട്ടിയത് KP കുമാരൻ. KP കുമാരനാണ് 2021 കിട്ടിയത്. MT വാസുദേവന് കിട്ടിയത് 2014. 2014 MT വാസുദേവൻ നായർക്ക് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം. കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എവിടെയാണ്? കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എവിടെയാണ്? ഏതാണ് ഉത്തരം? ഹാമിൽട്ടൺ. ഏതാണ്? ഹാമിൽട്ടണിലാണ് കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത്. എന്നാണ് ആദ്യമായി കോമൺവെൽത്ത് നടന്ന വർഷം അറിയോ? 1930 കോമൺവെൽത്ത് ആദ്യമായി നടക്കുന്നത്. എവിടെയാണ്? ഹാമിൽട്ടണിൽ. കോമൺവെൽത്ത് ഗെയിംസ് ഓരോ 4 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. 4 വർഷത്തെ ഗ്യാപ്പിലാണ് ഇത് നടക്കുന്നത്. അവസാനമായി നടന്നത് 2022. 2022 അവസാനമായി നടന്നത്. അത് 22ാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് ആയിരുന്നു. 22ാമത്തെ കോമൺവെൽത്ത് ഗെയിംസാണ് 2022 നടന്നത്. വേദി ബർമിംഗ്ഹാമാണ് വേദി. ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമാണ് വേദി. അതിൽ ഇന്ത്യക്ക് 4ാം സ്ഥാനം ആണ് ഉണ്ടായത്. ഇന്ത്യക്ക് 4ാം സ്ഥാനം. 1ാം സ്ഥാനം ആർക്കാണ്? ഓസ്ട്രേലിയക്ക്. ഇന്ത്യയുടെ സ്ഥാനം 4. 2018 കോമൺവെൽത്ത് ഗെയിംസ്. 2018 കോമൺവെൽത്ത് ഗെയിംസ് എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ് 2018 നടന്നത്. ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റ്
ക്യൂൻസ്ലാൻഡ്, ഗോൾഡ് കോസ്റ്റ് ക്യൂൻസ്ലാൻഡ് അവിടെയാണ് വേദി. ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റ് ക്യൂൻസ്ലാൻഡിലാണ്. ഇനി വരാനിരിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസ്, 23ാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് എന്നാണ് 2026. അത് എവിടെ വെച്ച് തന്നെയാണ്? ഓസ്ട്രേലിയയിൽ വെച്ച് തന്നെയാണ് നടക്കാൻ പോകുന്നത്. വേദി ഏതാണ്? വിക്ടോറിയ. എവിടെയാണ്? വിക്ടോറിയയിൽ വെച്ചിട്ടാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? എത്രയാണ്? 107. ആൻസർ ഡി ആണ്, 107. ഇനി 5ാമത്തെ ചോദ്യം നോക്കാം. 5ാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? എന്താണ് ഉത്തരം? BVR സുബ്രഹ്മണ്യൻ. BVR സുബ്രഹ്മണ്യനാണ് ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ BVR സുബ്രഹ്മണ്യനാണ്. ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? സിന്ധുശ്രീ ഖുള്ളറാണ് ആദ്യത്തെ CEO. നീതി ആയോഗിൻ്റെ ആദ്യത്തെ CEO സിന്ധുശ്രീ ഖുള്ളറാണ്. സിന്ധുശ്രീ ഖുള്ളറാണ് ഫസ്റ്റ് CEO ഓഫ് നീതി ആയോഗ്. ഇപ്പോഴത്തെ നീതി ആയോഗിൽ ചെയർപേഴ്സൺ ആരാണ്? നരേന്ദ്രമോദിയാണ്. വൈസ് ചെയർപേഴ്സൺ സുമൻ ബെറിയാണ്. BVR സുബ്രഹ്മണ്യനാണ് CEO. ഫസ്റ്റ് വൈസ് ചെയർപേഴ്സൺ അരവിന്ദ് പനഗരിയ. ഇനി എന്താണ് ഈ നീതി ആയോഗ് എന്നറിയോ? നീതി ആയോഗ് എന്താണ്? നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് നിലവിൽ വന്നത്. 2015 ജനുവരി 1 നിലവിൽ വന്നു. 2015 ജനുവരി 1 നിലവിൽ വന്നു. എന്തിനു പകരമായിട്ടാണ് നീതി ആയോഗ് വന്നത്? ആസൂത്രണ കമ്മീഷന് പകരമായിട്ടാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നു. ഇനി നീതി ആയോഗിൽ ആരൊക്കെയാണ് ഉണ്ടാവുന്ന മെമ്പേഴ്സ്? പ്രധാനമന്ത്രി അധ്യക്ഷനായ നീതി ആയോഗിൻ്റെ ഭരണസമിതിയിൽ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനൻറ്റ് ഗവർണർമാരും അംഗങ്ങളായിരിക്കും. എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനൻറ്റ് ഗവർണർമാരും അംഗങ്ങളായിരിക്കും. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിരാംഗങ്ങളും പരമാവധി 2 താൽക്കാലിക അംഗങ്ങളും 4 അനൗദ്യോഗിക അംഗങ്ങളും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഉൾപ്പെടുന്നതാണ് നീതി ആയോഗ്. ആരൊക്കെയാണുള്ളത്? പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും സ്ഥിര അംഗങ്ങളും പരമാവധി 2 താൽക്കാലിക അംഗങ്ങളും 4 അനൗദ്യോഗിക അംഗങ്ങളും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഉൾപ്പെടുന്നതാണ് നീതി ആയോഗ്. 6ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? 1929 ലാഹോർ സമ്മേളനത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. കാരണം 1928 മദ്രാസ് സമ്മേളനത്തിൽ ഇന്ത്യക്ക് സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന പ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചു. ഈ ഒരു കാലയളവിലാണ് ഇന്ത്യയിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് നിലവിൽ വരുന്നത്. അതിലെ അംഗങ്ങളായിരുന്നു ജവഹർലാൽ നെഹ്റു,
സുഭാഷ് ചന്ദ്രബോസ്, സത്യമൂർത്തി, ശരത് ചന്ദ്രബോസ് എന്നിവർ. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചു. അത് ശരിയാണ് അല്ലേ? 1930 ഏത് വരുന്നത്? സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം വരുന്നത്. എന്താണ് സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം? ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ, കാരണം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ടാണ് ഗാന്ധിജി സമരത്തിന് തുടക്കം കുറിച്ചത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ടാണ് ഗാന്ധിജി സമരം സ്റ്റാർട്ട് ചെയ്തത്. 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനം കൂടിയാണ് 1929 ലാഹോർ സമ്മേളനം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. അത് ശരിയാണോ? അത് തെറ്റാണ്. ആരാണ് ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ? ആരായിരുന്നു? 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ഇവിടെ ആരാണ് പറഞ്ഞത്? സുഭാഷ് ചന്ദ്രബോസ് എന്ന് തെറ്റാണ്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അന്നേരം ഓപ്ഷൻ ഏതാ വരുന്നത്? 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി ആണ് ശരി. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കാം. 7ാമത്തെ ചോദ്യം, തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡി കണ്ടെത്തുക എന്നതാണ് ചോദ്യം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അഭിനവ് ഭാരത് സൊസൈറ്റി. അഭിനവ് ഭാരത് സൊസൈറ്റി ഏതാണ്? VD സവർക്കർ. അത് ശരിയാണ്. അഭിനവ് ഭാരത് സൊസൈറ്റി എന്നാണ് സ്ഥാപിച്ച വർഷം 1904. മഹാരാഷ്ട്രയിലാണ് അതിൻ്റെ ആസ്ഥാനം. മഹാരാഷ്ട്രയാണ് അതിൻ്റെ ആസ്ഥാനം. VD സവർക്കർ, സ്ഥാപകൻ VD സവർക്കർ ശരിയാണ്. ഇനി ഗദ്ദാർ പാർട്ടി. ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ. അത് എല്ലാവർക്കും അറിയാമല്ലേ? ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ ശരിയാണ്. ഗദ്ദാർ പാർട്ടി എന്നാണ് സ്ഥാപിച്ചത്? 1913. 1913 ഗദ്ദാർ പാർട്ടി സ്ഥാപിച്ചത്. ഇനി ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി അത് സൂര്യസെൻ. അതും എന്താണ്? ശരിയാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെൻ ശരിയാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് 1930. 1930 ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത്. ബംഗ്ലാദേശിലാണ് അതിൻ്റെ ആസ്ഥാനം. ബംഗ്ലാദേശ്. ഇനി അനുശീലൻ സമിതി. അനുശീലൻ സമിതി. അനുശീലൻ സമിതി ചന്ദ്രശേഖർ ആസാദ്. ഇത് തെറ്റാണ്. അനുശീലൻ സമിതി ആരാണ്? അനുശീലൻ സമിതി ബരീന്ദ്രകുമാർ ഘോഷ്. ബരീന്ദ്രകുമാർ ഘോഷാണ് അനുശീലൻ സമിതി. ബരീന്ദ്രകുമാർ ഘോഷ്. അനുശീലൻ സമിതി സ്ഥാപിച്ചത് ബരീന്ദ്രകുമാർ ഘോഷ് 1902 കൊൽക്കത്തയിലാണ് അതിൻ്റെ ആസ്ഥാനം. കൊൽക്കത്തയിലാണ് അതിൻ്റെ ആസ്ഥാനം. ഇനി അടുത്ത ചോദ്യം നോക്കാം. 8ാമത്തെ ചോദ്യം നോക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ആദ്യത്തെ പ്രസ്താവന നോക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദാർ ആയിരുന്നു. അത് ശരിയാണ്. എന്നാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നിലവിൽ വന്നത്? 1793 ബംഗാളിൽ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായമാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ആദ്യത്തെ
സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് നടപ്പിലാക്കിയത്. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ്. അത് തെറ്റാണ്. എവിടെയാണ് നടപ്പിലാക്കിയത്? ബംഗാൾ, ഒറീസ, ബീഹാർ. ബംഗാൾ, ഒറീസ, ബീഹാർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇത് നടപ്പിലാക്കിയത്. കോൺവാലിസ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. അത് ശരിയാണ് അല്ലേ? 1893 കോൺവാലിസ് പ്രഭു കൊണ്ടുവന്ന സമ്പ്രദായമാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. അപ്പം ശരിയായവ ഏതൊക്കെയാണ്? 1 ഉം 3 വരുന്ന ഓപ്ഷൻ ഏതാ? സി ആണ് ഇതിൻ്റെ ശരിയായ ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കാം. 9ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഉത്തരം ഏതാണ്? ഹീരാലാൽ സമരിയയാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. എന്നാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്? 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ഇന്ത്യയുടെ ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു? വജാഹത്ത് ഹബീബുള്ള. ഇന്ത്യയുടെ ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. ഇപ്പോൾ നിലവിൽ ഹീരാലാൽ സമരിയ. അടുത്ത 10ാമത്തെ ചോദ്യം. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം. ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതാണ്? ഉത്തരം ലിപുലേഖാണ് ഉത്തരം. നാഥുല ചുരത്തെ ബന്ധിപ്പിക്കുന്നത് ഏതാ? നാഥുല ചുരം സിക്കിം, ടിബറ്റാണ് നാഥുല ചുരം. സിക്കിം, ടിബറ്റ്, നാഥുല. ഷിപ്കില ചുരം ഏതാ ബന്ധിപ്പിക്കുന്നത്? ഹിമാചൽ പ്രദേശ്, ടിബറ്റ്. ഹിമാചൽ പ്രദേശ് ടു ടിബറ്റാണ് ഷിപ്കില ചുരം. സോച്ചില ചുരം ശ്രീനഗർ ടു കാർഗിലാണ് സോച്ചില ചുരം. ലിപുലേഖ് ഉത്തരാഖണ്ഡ്, ടിബറ്റ്. നാഥുല ചുരം സിക്കിം, ടിബറ്റ്. ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശ്, ടിബറ്റ്. സോച്ചില ജമ്മു കാശ്മീരിലാണ് സോച്ചില. ശ്രീനഗർ ടു കാർഗിലാണ് സോച്ചില. ഇനി 11ാമത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം. അത് ശരിയാണോ? ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഹിമാലയ നദികൾ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഉത്തരപർവ്വത മേഖലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഹിമാലയ നദികൾ. ഉത്തരപർവ്വത മേഖലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഹിമാലയ നദികൾ. ഹിമാലയത്തിലെ മഞ്ഞു മൂടിയ കൊടുമുടികളും ഹിമാനികളും ശുദ്ധജലത്തിൻ്റെ വൻ ശേഖരങ്ങളാണ്. മഞ്ഞു മൂടിയ കൊടുമുടികളിൽ നിന്നും വരുന്ന ജലം നല്ല ശുദ്ധമായ ജലമാണ്. അതുകൊണ്ട് തന്നെ ഇത് ശുദ്ധജലത്തിൻ്റെ വൻ ശേഖരങ്ങളാണ്. മഞ്ഞുപാളികൾ ഉരുകി രൂപം കൊള്ളുന്ന നീർച്ചാലുകൾ ചേർന്ന് അനേകം മഹാനദികൾ ജന്മമെടുക്കുന്നു. ഇവ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? പ്രധാനമായ ഹിമാലയൻ നദി സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയാണ് ഹിമാലയൻ നദികൾ. വിസ്തൃതമായ വൃഷ്ടിപ്രദേശമുള്ളത് കൊണ്ട് തന്നെ മഴയിൽ നിന്നും മഞ്ഞിൽ നിന്നും ജലം ലഭിക്കുന്നു. സോ അവിടെ വർഷം മുഴുവൻ ജല ലഭ്യത ഉണ്ട്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. കഠിന ശിലകളായതിനാൽ ആഴം കൂടിയ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. ആയതിനാൽ ആഴം കൂടിയ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. അത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ചരിവ് കൂടിയ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നത് കൊണ്ട് തന്നെ ഹിമാലയത്തിൻ്റെ മിക്ക ഭാഗവും അവസാദ ശിലകൾ ആണ്. സോ അതിനാൽ തന്നെ ഈ നദികളെല്ലാം പർവ്വത മേഖലകളിൽ ആഴമേറിയ താഴ്വരകൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ
തെറ്റാണ്. എന്താണ്? കഠിനശിലകളായതിനാൽ ആഴം കൂടിയ താഴ്വരകൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. സമതലങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത. അത് ശരിയാണ്. കാരണം ഹിമാലയൻ നദികൾ ഏതൊക്കെയായിരുന്നു? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഈ 3 നദി പ്രധാനമായിട്ടും ഈ 3 നദികളാണ് ഹിമാലയൻ നദികൾ. ഇതിലൂടെ ജലഗതാഗത സർവീസുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? നമുക്കറിയാം, ഗംഗ, ഭഗീരഥി, ഹുഗ്ലി നദികളിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ പ്രധാന ദേശീയ ജലപാതയാണ് NW1. NW1 ഏത് നദിയിലൂടെയാണ് പോകുന്നത്? ഗംഗ, ഭഗീരഥി, ഹുഗ്ലി. അതേപോലെ NW2 എന്ന് പറയുന്ന ഇന്ത്യയിലെ ദേശീയ ജലപാത സാദ്യ, ദുബ്രി ആ സ്ഥലങ്ങളിലൂടെ പോകുന്ന ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ്? ബ്രഹ്മപുത്രയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഹിമാലയൻ നദികളുമായി ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത ഉണ്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. പിന്നെ താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടി പ്രദേശം. അത് നമ്മൾ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ മനസ്സിലാക്കിയിരുന്നു. അതിവിസ്തൃതമായ വൃഷ്ടി പ്രദേശമാണ് ഹിമാലയൻ നദി. അതുകൊണ്ട് 4ാമത്തെ ഓപ്ഷൻ താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടി പ്രദേശം എന്നുള്ളത് തെറ്റായ. സോ ഇതിൽ ശരിയായ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? 1, 3. 1, 3 ആണ് ശരിയായിട്ട് വന്നത്. 1, 3 ശരിയായത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. 11 ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിലായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകളായിട്ട് വീണ്ടും വരാം. താങ്ക് യു.